ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ കേസിൽ ഒരു പെൺകുട്ടീനെ പിടിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് റേപ്പിനും അതുപോലുള്ള കാര്യങ്ങൾക്കും നമ്മൾ പിന്നീടൊരു കേസ് എടുക്കുന്നത്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കേസെല്ലാം വിചാരണയ്ക്ക് വരുന്നത് 18-19 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഇപ്പോൾ ജഗതി അടക്കം അതുപോലെ പല കേസുകളും നമുക്ക് കാണാം. ഇപ്പോൾ പിണറായിക്ക് വേണ്ടി എന്ത് ദാസ്യവൃത്തിയും ചെയ്തു കൊടുക്കുക. ഈ പറഞ്ഞ പോലീസ് സേനയിൽ ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് കഴിഞ്ഞ 10 വർഷം പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ, അതായത് പാർട്ടിയുടെ, ഗവൺമെൻറ്റിനെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു യൂണിഫോംഡ് ഗുണ്ടയായിട്ട് പോലീസ് മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ഞാൻ ഒരു പ്രൊപ്പോർഷൻ പറയുകയാണെങ്കിൽ മോർ IPS ഓഫീസേഴ്സ് ആർ ബോൺലെസ് വണ്ടർ ചിക്കൻസ് ആണ്. വെറുതെ ഇരുന്ന് കരിങ്കുടി കാണിച്ച ആൾക്കാരെ അടിച്ച് തല പൊട്ടിച്ച പോലീസുകാർ, ഗവൺമെൻറ്മാർ അവരുടെ ഡ്യൂട്ടിയേ അല്ലാതെ ഒരു യൂണിഫോംഡ് ഗുണ്ട ടീം ആയിട്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാനും നിയമം ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ പിണറായിയെ പറ്റി ചെറിയ എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞാൽ എന്തെങ്കിലും വിധത്തിലൊരു കേസ് എടുക്കുക, കുറേ ദിവസം അയാളെ റിമാൻഡ് ചെയ്യും. അതെ, ഇപ്പോൾ വിതുര കേസുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ പറയാമോ? വിതുര കേസ് വൈകാരികമാണോ അത് ഓർക്കുമ്പോൾ? അത് തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നോക്കൂ, 15 വയസ്സുള്ളൊരു പെൺകുട്ടിയാണത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ കേസിൽ ഒരു പെൺകുട്ടീനെ പിടിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് റേപ്പിനും അതുപോലുള്ള കാര്യങ്ങൾക്കും നമ്മൾ പിന്നീടൊരു കേസ് എടുക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അന്ന് നിരക്ഷരയാണ്, അന്ന് ഇലിറ്ററേറ്റ് ആണ്, അറിയാൻ പറ്റില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ FIS ഒക്കെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ഹൈക്കോടതി വിമൻസ് അഡ്വക്കേറ്റ് അസോസിയേഷനിലെ 2 വനിതാ അഡ്വക്കേറ്റ്സിനെ കൂടിയിരുത്തി, കുട്ടിയുടെ ഉമ്മയെ കൂടിയിരുത്തിയിട്ടൊക്കെയാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എടുത്തത്. അത് മാത്രമല്ല 4 തവണയായിട്ട് പിന്നീട് സ്റ്റേറ്റ്മെൻറ്റ്സ് മജിസ്ട്രേറ്റ്സിൻ്റെ അടുത്തൊക്കെ കൊടുത്തെടുക്കേണ്ട ഒന്നായിരുന്നു. അതിൽ ആ കേസ് ഇപ്പോൾ ആ കുട്ടിയെന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. 30-31 വർഷം കഴിഞ്ഞു, 46 വയസ്സായി. അതിനുശേഷം അവർ അഭയയിലാണ് താമസിച്ചിരുന്നത്. സുകുമാരി മാഡം ഉണ്ടായിരുന്ന സമയത്ത് അവർ സംരക്ഷിച്ചിരുന്നതാണ്. അതിനുശേഷം അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു, അവരെ കുറേ കാര്യങ്ങളിൽ പ്രാപ്തയാക്കി. എനിക്ക് തോന്നുന്നു ടൈലറിങ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ പ്രാപ്തിയാക്കിയിട്ടുണ്ടായിരുന്നു, മറ്റു കുറേ കാര്യങ്ങളിലും പ്രാപ്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവർക്ക് ഒരു മാരേജ് പ്രപ്പോസൽ വന്നു, അവരും കൂടി സമ്മതിച്ച് അങ്ങനെ ആ മാരേജ് നടത്തി കൊടുത്തു. അവർക്ക് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഹസ്ബൻഡിന് എന്തോ ജോലി നഷ്ടമായെന്നും പറഞ്ഞ് ഏകദേശം 2-3 മാസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എൻ്റെ നമ്പർ എങ്ങനെയോ ഒരു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്ന അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. ഞാനൊരു ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്, സർവീസിലുള്ള അവർക്കൊരു ജോലി എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നോക്കണം, 30-31 വർഷം കഴിഞ്ഞിട്ടും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുണ്ട്. ഇതുപോലെ വിളിച്ചു പറയാൻ അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പോഴും ഡിപ്പെൻഡൻസി വരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള വിക്ടിംസിന്. അപ്പോൾ നമ്മളും അതേപോലെ നിൽക്കുകയാണ് ഇത്ര വർഷങ്ങളായിട്ട്. ഇപ്പോഴും 30-31 വർഷം കഴിഞ്ഞിട്ട് ആ കേസിൻ്റെ ഇതിൽ ഉണ്ടാകുന്ന എന്താ പറയുന്ന വിക്ടിമിനോട് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന അറ്റൻഷൻ, അതുപോലെ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊടുത്ത അറ്റൻഷൻ. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ സുകുമാരി മേഡം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു, കുറേ കാര്യങ്ങൾ അവർ നോക്കുമായിരുന്നു. അഭയയിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളും എഡ്യൂക്കേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നോക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവർ മാരീഡായി പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും അവർ വിളിക്കുന്നത് എന്നെയാണെന്നുള്ളതാണ്. അല്ലാതെ 46 വയസ്സായ സ്ത്രീ അവർക്ക് അവരുടെ കുടുംബം നടത്താനായിട്ട് എന്നെയാണ് ഇപ്പോഴും അവർ വിളിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് പൂർണ്ണമായ നീതി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് സാമാന്യം ഭേദപ്പെട്ട ഒരു നോക്ക്, അതിൻ്റെ 1-ാം പ്രതിക്ക് നല്ല ശിക്ഷ കിട്ടി. ഇപ്പം കഴിഞ്ഞ 1 മാസം മുന്നേ 25 വർഷം പണിഷ്മെൻറ്റ് വീണ്ടും കിട്ടിയായിരുന്നു. അപ്പോൾ ഈ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കേസെല്ലാം വിചാരണയ്ക്ക് വരുന്നത് 18-19 വർഷം കഴിഞ്ഞിട്ടായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഇപ്പോൾ ജഗതി അടക്കം നമ്മുടെ
ഉള്ള കേസുകളിൽ അവർ ഹാജരാകില്ല. കാരണം അവരുടെ പേഴ്സണൽ ലൈഫിനെ അത് ബാധിക്കുന്നതുകൊണ്ട് അവർ ഹാജരാകില്ല. ഒറ്റ കണ്ടീഷൻ, ഒന്നാം പ്രതിയുടെ കേസിൽ അവർ ഹാജരാകും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒന്നാം പ്രതിയുടെ കേസിൽ അവർ ഹാജരായി, അതിൻ്റെ പേരിൽ ഒന്നാം പ്രതിക്ക് ശിക്ഷ കിട്ടുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാരുടെ കേസിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ 18-19 വർഷമായിട്ട് ആ കുട്ടി മാരീഡായി പോയതിന് ശേഷമുള്ള അവരുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കാതിരിക്കാനായിട്ട് അവരെടുത്ത ഒരു പ്രിക്കോഷനാണ്. അങ്ങനെയുള്ളൊരു കേസിൽ അവരിനി വിചാരണ നേരിടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ കേസ് അന്വേഷണ സമയത്തും എങ്ങനെയായിരുന്നു അതിൻ്റെ ഓർമ്മകൾ, അനുഭവങ്ങൾ? അല്ല, അത് വളരെ പീറ്റർ ബാബു പിന്നെ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ഈ 2 പ്രധാന ഓഫീസേഴ്സാണ് അതിലുണ്ടായിരുന്നത്. ആ ഓഫീസേഴ്സ് വളരെ ഹാർഡായിട്ട്, പിന്നെ അതുപോലെ ഫോഗോട്ട് ഹെയർ നെയിം, ബട്ട് സെബാസ്റ്റ്യൻ എന്നാണ് അവരുടെ 2ാം പേരുള്ളത്. അവർ അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ടായിരുന്ന, അവർ മരിച്ചുപോയായിരുന്നു, വലിയ പൊട്ടൊക്കെ തൊടുന്ന അവരുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2013 സുപ്രീം കോടതി പറഞ്ഞ പല കാര്യങ്ങളും അന്നേ നടപ്പാക്കിയിരുന്നു. ഈ ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്ന കാര്യത്തിലായാലും അവരുടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാര്യത്തിലായാലും അവർക്ക് ഒരു സൈക്കോളജിക്കൽ സൈക്കാട്രിക് ഹെൽപ്പ് കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഒരു മോഡൽ കേസ് പോലെ ബിൽട്ടപ്പ് ചെയ്ത് കൊണ്ടുവന്ന കേസാണത്. അന്ന് ഇന്ദിരാ ജയസിംഗ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് എന്നെ അവരിടയ്ക്ക് കേരള ഹൗസിൽ വന്ന് എനിക്കെതിരെ അതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഒരു 36ഓളം കേസുണ്ടായിരുന്നു അന്ന്. അപ്പോൾ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ പേരിലും കൂടി കേസ് കൊടുക്കും, റാങ്കിൽ മാത്രമല്ല പേരിലും കൂടി കേസ് കൊടുക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ പലപ്പോഴും സ്വന്തമായിട്ട് പോയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പലപ്പോഴും അവരെന്നെ അവരുടെ സ്റ്റാഫിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവരെ ബ്രീഫ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഈ കേസ് പോയതെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ കുറേ എക്സ്ട്രീമാണ്. ഞാൻ മറ്റൊരു എക്സ്ട്രീമാണെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. ഇന്ദിരാ ജയസിംഗ് അങ്ങനെയുള്ള അഡ്വക്കേറ്റ്സൊക്കെ അവിടെ കേരള ഹൗസിൽ അവർ വണ്ടി ഓടിച്ച് വന്ന് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അവരുടെ കംപ്ലീറ്റ് ഒരു 10-25 സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് ഈ കേസിനെ പറ്റിയൊക്കെ പറയാനായിട്ട് പോലീസിൽ നിന്നും ഇങ്ങനെയുള്ള കേസുകളുണ്ടാകുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു കേസായിരുന്നു ഇവിടെ പന്തളത്ത് ഉണ്ടായിരുന്നൊരു കുട്ടിയുടെ കേസ്. അതിൽ ഒരു അധ്യാപകൻ അത് നടക്കുന്ന അതിലുണ്ടായിരുന്ന അധ്യാപകൻ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഹൈക്കോടതി വരെ 5 വർഷം തടവാണ് വിധിച്ചിരുന്നത്. അത് സുപ്രീം കോടതിയിൽ വീണ്ടും അതിനെതിരെ പോയ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി അത് 10 വർഷമായിട്ട് വർദ്ധിപ്പിച്ചു. അതും കഴിഞ്ഞിട്ട് ഞാൻ ജയിൽ DGP ആയിരിക്കുന്ന സമയത്താണ് ഇയാൾ ജയിലിലേക്ക് വരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ജയിലിലേക്ക് വരുന്നത് ഞാൻ ജയിൽ DGP ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സാറേ ഒരു കാര്യമൊന്നും ചെയ്യണം, അയാളുടെ നടയടിയൊന്നും ഒഴിവാക്കി കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ജയിലിൽ നടയടിയൊന്നും ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഒരു ഈ ആരാച്ചാർ ഒക്കെ വേണമെന്നുള്ള വിശ്വാസം പോലെ. അതായത് ഇപ്പം ആരാച്ചാർ എന്നൊക്കെ പറയുന്നവർ ഒരു പ്രത്യേക വർഗമാണെന്നും അവർ വന്നാണ് തൂക്കിക്കൊല്ലുന്നതെന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. ജയിലിൽ ഇപ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ ജയിലിൽ ഉദ്യോഗസ്ഥർ തന്നെ ചെയ്യണം, അല്ലാതെ പ്രത്യേകിച്ച് ആരാച്ചാരന്മാരൊന്നും ഇല്ല അതിന്. അതുപോലെ തന്നെയാണ് ഈ നടയടിയുടെ കാര്യം. അതായത് ജയിലിൽ ആദ്യം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവന് കുറേ അടി കൊടുക്കുന്നു എന്നുള്ളത്. പണ്ടൊക്കെ ഇനി നടയടി എന്നും പറഞ്ഞ് വല്ലതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും വളരെ വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു നടയടി സമ്പ്രദായമൊന്നും ഇല്ല. അപ്പോൾ ഏതായാലും അയാളുടെ ശിക്ഷ കഴിഞ്ഞ ആൾ പുറത്തൊക്കെ ഇറങ്ങിപ്പോയി കേട്ടോ. അയാളുടെ ശിക്ഷയൊക്കെ കഴിഞ്ഞ ആൾ പുറത്തിറങ്ങിപ്പോയി. അപ്പോൾ ആ കേസിലും ഇതുപോലെ ഉണ്ടായിരുന്നു. എന്നെ മറ്റേ കേസിലുണ്ടായിരുന്ന ഒരു വനിതാ അഡ്വക്കേറ്റ് ഇടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു. ആ കുട്ടിയും ഇതുപോലെ അവസാനം എവിടേക്കോ പോയി അവസാനം വന്ന് ഒരു ലീഡിങ് സ്വർണ്ണ ബ്രാൻഡിൻ്റെ മുതലാളിയുടെ കൂടെ അവരുടെ ഒരു കൺകുബേനായിട്ട് താമസമായിട്ട് അവർക്ക് 2 കുട്ടികളുണ്ടായി. ആ കുട്ടികളുണ്ടായതിന് ശേഷം അവർക്ക് ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇതുപോലെ വനിതാ അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ച് അവരെ നോക്കാനായിട്ട് ഏൽപ്പിച്ചായിരുന്നു. പിന്നീട് ഇപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ടാവുക. അതായത് ഇതൊന്നും നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞു പോകാറില്ല. നമുക്ക് പുറത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആ സ്വർണ്ണ വ്യാപാരിയുടെ പേരും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അതെ.
അപ്പോൾ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കും ഇതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ജീവിതങ്ങളാണ്. പക്ഷേ അബദ്ധത്തിൽ പോയി ആ കുടുംബം ആകെ ഇല്ലാതായി. ആ കുടുംബത്തിനുണ്ടായ അവസ്ഥ വളരെ രൂക്ഷമായിരുന്നു. അച്ഛനും അമ്മയൊക്കെ വളരെ വിഷമിച്ചാണ് മരിച്ചത് ഒക്കെ. അങ്ങനെയൊക്കെ പോയി ഈ കുട്ടി വളരെയധികം സ്ഥലങ്ങളിൽ പോയിട്ടാണ് അവസാനം ഇയാളുടെ അടുത്ത് വന്ന് പെട്ട് അയാളുടെ കൂടിയായി. അയാളുടെ ഒരു കീപ്പായിട്ട് ഇങ്ങനെ, അത് മാരീഡ് ആയിരുന്നില്ല, അയാളുടെ ഒരു കീപ്പായിട്ട് രണ്ട് കുട്ടികളുണ്ടായതിൽ നോക്കുന്നുണ്ടായിരുന്നു, പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എറണാകുളത്തുള്ള ഈ നേരത്തെ പറഞ്ഞ വനിതാ അഡ്വക്കേറ്റ്സിൽ ഒരാളെ വിളിച്ച് ഏൽപ്പിച്ചായിരുന്നു അവരെ സംരക്ഷിക്കാനായിട്ട്, നോക്കാനായിട്ട്. അതെ, ഇപ്പോൾ 30 വർഷം മുന്നേ ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ മുഖത്ത് കാണാനുണ്ട്. ഈ പറഞ്ഞ പോലീസ് സേനയിൽ ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ 10 വർഷം പ്രത്യേകിച്ചും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ ഞാനൊക്കെ എൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഏത് ഗവൺമെൻറ്റാണ്, ഏത് മന്ത്രിയാണ്, ആരെന്ത് പറഞ്ഞാലും ന്യായത്തിനും നീതിക്കും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യില്ല. നമ്മൾ തിരിച്ചു പറഞ്ഞു കൊടുക്കും. അതാണ്. അതില്ലാതെ ഇപ്പം എൻ്റെ സ്വന്തം കേസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു കേസ് എനിക്കെതിരെ എടുത്തത് ഇവിടുത്തെ ജനസംഖ്യയുടെ കാര്യം പറഞ്ഞതിനെ പറ്റിയാണ്. ഈ ജനസംഖ്യയുടെ കണക്ക് വാസ്തവത്തിൽ കേരള ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തതാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ജനസംഖ്യ കണക്ക് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ എതിരായിട്ട് കേസെടുത്തിരിക്കുന്നു. വാസ്തവത്തിൽ ഗവൺമെൻറ് ഓഫ് കേരള പബ്ലിഷ് ചെയ്യുന്ന കണക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓരോ മതവിഭാഗത്തിനും ഉണ്ടാകുന്ന വളർച്ച ഇത്രയാണെന്ന് പറഞ്ഞത് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടാണ്. അതിനെതിരെയാണ് എനിക്ക് കേസെടുത്തത്. അപ്പോൾ ആ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ കണക്ക് ഗവൺമെൻറ്റിൻ്റെ ആണോ, അങ്ങനെ ഒരു കണക്കുണ്ടോ എന്ന് നോക്കിയല്ലേ. അതോടുകൂടി ആ കേസ് നിൽക്കുമല്ലോ, അതോടുകൂടി ആ കേസ് നിൽക്കേണ്ടതാണ്. അങ്ങനെയല്ല ചെയ്യുന്നത്. ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാനും ബാക്കിയുള്ളതിനൊക്കെയാണ് പലരും പ്രഷർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സത്യം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള, സത്യത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള വൈമനസ്. അതുപോലെ പല കേസുകളും നമുക്ക് കാണാം. ഇപ്പോൾ പിണറായിക്ക് വേണ്ടി എന്ത് ദാസ്യവൃത്തിയും ചെയ്തു കൊടുക്കുക, അങ്ങനെ ഇപ്പോൾ DGPമാർ, ഇപ്പം ഞാൻ വന്നതിന് ശേഷമുള്ള DGPമാർക്കുള്ളൊരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ 2 വർഷം അവരെ മാറ്റില്ല. അപ്പോൾ അവരല്പം നട്ടലോടുകൂടി നിൽക്കുകയാണെങ്കിൽ ഈ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു എഴുതിയ ഓർഡർ കൊടുത്താൽ മതി, ഈ കേസിൽ ഇന്ന നടപടി എടുക്കണം. ഒരു ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല. DGPയെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. ആ DGP കറക്റ്റായിട്ട് നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കണം എന്നൊരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ ആ നിയമാനുസൃതമായിട്ട് താഴത്തെ ഉദ്യോഗസ്ഥനും വർക്ക് ചെയ്യുള്ളൂ. എത്ര പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടായാലും. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയം ചിലപ്പോൾ എൻ്റെ സബോർഡിനേറ്റ്സ് എന്ന് പറയും, ചില എൻ്റെ സീനിയേഴ്സ്, ആരാണെന്ന് ഞാൻ പറയുന്നില്ല, അവർ അൺഡ്യൂ പ്രഷർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എഴുതി കൊടുക്കും, ഈ കേസിൽ ഇന്ന ഇൻസ്ട്രക്ഷൻസ് എഴുതി തരുന്നു, ഇത് നടപ്പാക്കിയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന മേലുദ്യോഗസ്ഥൻ അത് അല്ല വേറൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഓറൽ ഓർഡേഴ്സാണ്. ഇത് ലീഗൽ റിട്ടൺ ഓർഡേഴ്സാണ്. മറ്റേത് ഇല്ലീഗൽ അൺറിട്ടൺ ഓർഡേഴ്സാണ്. ഏതാണ് ഓഫീസർ നടപ്പാക്കുക? ലീഗൽ റിട്ടൺ ഓർഡേഴ്സ് നടപ്പാക്കേണ്ടി വരും. അപ്പോൾ പ്രൊട്ടക്ഷൻ ആൾക്ക് കിട്ടും. അപ്പോൾ അയാൾ പറയും, സാറേ ഇതിന് മുകളിൽ ഒരു ഓർഡർ ഇട്ട് തരാൻ പറഞ്ഞാൽ ഇല്ലീഗൽ ഓർഡർ ആയതുകൊണ്ട് ഈ പറയുന്ന ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ധാരാളം പ്രൊവിഷൻ ഉണ്ട്. അതൊന്നും ചെയ്യുന്നില്ല. വളരെ തെറ്റായിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ പേരിലുള്ള കേസ്, ഈ പറഞ്ഞ 100 കണക്കിന് കേസ് എടുത്തല്ലോ, അതിന് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾ ചോദിച്ചില്ല. ഈ 100 കണക്കിന് കേസെടുത്തിട്ട് ഞാൻ ഈ ലോക്നാഥ് ബെഹ്റേനെ ഒരു ദിവസം അയാളുടെ ബാച്ച്മേറ്റ്സിൻ്റെ മോളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ബെഹ്റ, നീ എൻ്റെ പേരിൽ കള്ളക്കേസുകൾ 100 കണക്കിന് എടുത്തു വെച്ചിട്ടുണ്ട്. നീ കേസുകൾ നടത്തിക്കോ, നിനക്ക് തെളിവുണ്ടെങ്കിൽ ആ കേസ് അതുപോലെ നടത്തിക്കോ. ഞാൻ എന്നും ഈ ഹർത്താൽ നടത്തുന്നതിന് എതിരായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹർത്താലിന് ആഹ്വാനം അതിൻ്റെ 2 ആഴ്ച മുന്നേ BMSൻ്റെ സമ്മേളനത്തിൽ പോയിട്ട് ഹർത്താലിനെതിരെ പ്രസംഗിച്ചു വന്ന ആളാണ് ഞാൻ. ഹർത്താലിനെ നടത്താനായിട്ട് ഞാൻ യാതൊരു സപ്പോർട്ടും കൊടുക്കുന്ന ആളല്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്തും പോയിട്ട് ഇതുപോലെ ഒരു ആക്രമണത്തിന് നിന്നിട്ടുമില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് തെറ്റാണല്ലോ. നിങ്ങൾ എന്നിട്ട് എൻ്റെ പേരിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോ, നിങ്ങളിൽ ഓരോ കേസിനും പകരം ഞാൻ നിങ്ങൾക്കെതിരെ ഡാമേജിന് കേസ് കൊടുക്കുന്ന പറഞ്ഞു. അത് എല്ലാ കേസിനും പകരം ഞാൻ ഡാമേജിന് കേസ് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്ന് ഓർഡർ ഇട്ടു, തെളിവില്ലാത്ത കേസുകളെല്ലാം വിഡ്രോ ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ കേസുകൾ മിക്കവാറും എല്ലാ കേസും വിഡ്രോ ചെയ്തു.
കാരണം അതെല്ലാം തെളിവില്ലാത്ത കേസുകളായിരുന്നു. ആബ്സല്യൂട്ട്ലി നോ എവിഡൻസ്. ഒന്ന് ഈ 300-400 സ്ഥലത്തൊക്കെ ഞാൻ ഒരേ സമയം പ്രത്യക്ഷനാവുകയും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് എന്ത് ഇമ്പോസിബിൾ ആണ്. ഹ്യൂമൻലി ഈവൻ ഡിവൈൻലി ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ് ഇത്രയധികം സ്ഥലത്ത് ഒരേ സമയം പ്രത്യക്ഷപ്പെടുകയും അതേ വയലൻസിൽ പങ്കെടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വളരെ ക്ലിയർ ആണ്. ഒന്നുകിൽ ഞാൻ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്ന ഒരു പത്രം അല്ലെങ്കിൽ ഒരു TV അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു മീഡിയയിൽ ഉണ്ടാകുന്നത് അതിൻ്റെ ഏതെങ്കിലും എവിഡൻസ് ഉണ്ടാകണ്ടേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്നും ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് ഇവർ കേസെടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ കേസുകൾ വിഡ്രോ ചെയ്ത് പോയത്. എന്നിട്ടും വിഡ്രോ ചെയ്യാതെ കോടതികളിൽ നിന്നിരുന്ന കുറേ കേസുകൾ 10 എണ്ണത്തോളം ഞാൻ ഹൈക്കോടതിയിൽ പോയി ക്വാഷ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ പോലീസിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ മോശമായിട്ട് പോയി. ഗവൺമെൻറ്റിൻ്റെ, അതായത് പാർട്ടിയുടെ, ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു യൂണിഫോംഡ് ഗുണ്ടയായിട്ട് പോലീസ് മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പിന്നീട്. അപ്പോൾ അതിൻ്റെ നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനുണ്ടായിരുന്ന ഇപ്പം ലക്ഷ്മിക്കുട്ടിക്കൊക്കെ വിതിര കേസിലെ കുട്ടിയോടുണ്ടായിരുന്ന താല്പര്യവും ഒരു അമ്മ കൊണ്ടടക്കുന്ന പോലെ കൊണ്ടടക്കലൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇപ്പോഴും ഉണ്ടായിരിക്കാം, വനിതാ പോലീസുകാരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനത്തെ. പക്ഷെ അന്നുണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും എനിക്ക് ഇഷ്ടംപോലെ അന്നൊക്കെ ആ കുട്ടിയുടെ ഐഡന്റിറ്റി ഒക്കെ പൊതിഞ്ഞു പിടിക്കാൻ ഇവരെല്ലാരും, നിങ്ങൾ സാറടക്കമുള്ളവർ ശ്രമിച്ച പരിശ്രമങ്ങളുണ്ട്. അതെ, കാണാതെ പോകാൻ കഴിയില്ല. അത് അല്ല, അപ്പൊ അവർക്ക് ആ കുട്ടിയുടെ ഐഡന്റിറ്റി ഇപ്പോഴും ആർക്കും അറിയില്ല. മാരേജ് വരെ നടത്തി കൊടുത്തിട്ട് ഇപ്പോഴും ആർക്കും അറിയില്ല. അപ്പൊ അത്രയും നന്നായിട്ട് നമ്മൾ നോക്കിയിരുന്നു. അങ്ങനെയുള്ള കുട്ടികളൊക്കെ വരുന്ന സമയത്ത് അവരുടെ ജീവിതം കഴിയുന്നത്ര ബെറ്ററാക്കി എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ നിന്ന് ഒന്നാന്തരം ഓഫീസേഴ്സ് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനത്തെ ഓഫീസേഴ്സൊക്കെ കുറേ ഉണ്ട്, ബാക്കിയുണ്ട്. ഇപ്പോഴുള്ള ഓഫീസേഴ്സിൽ തന്നെ ഒരാളെ ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ മുഹമ്മദ് ഷാഫിയെ പോലുള്ള ഓഫീസേഴ്സ് ഒന്നാന്തരം ഓഫീസേഴ്സാണ്. ഒന്നാന്തരമായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഫീൽഡിൽ വരുന്നില്ല എന്ന് എനിക്കറിയില്ല, ലോക്കൽ പോലീസിൽ വരുന്നില്ല എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഇപ്പോഴും ബാക്കിയൊക്കെ ഉണ്ട്. ഈ പ്രൊമോട്ടഡ് ഓഫീസേഴ്സാണ്, സബ് ഇൻസ്പെക്ടറിൽ നിന്ന് വന്ന് IPS കിട്ടി അങ്ങനെ വന്ന ഓഫീസേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓഫീസേഴ്സൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള അവരൊക്കെ ബാക്കി നിൽക്കുന്നതുകൊണ്ടാണ്. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രൊപ്പോർഷൻ പറയുകയാണെങ്കിൽ മോർ IPS ഓഫീസേഴ്സ് ആർ ബോൺലെസ് വണ്ടർ ചിക്കൻസ് ആണ് കമ്പയർഡ് ടു പ്രൊമോട്ടഡ് ഓഫീസേഴ്സ്. പ്രൊമോട്ടഡ് ഓഫീസേഴ്സ് കുറച്ചും കൂടി തൻ്റെ ഇടമൊക്കെ കാണിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇലക്ഷൻ്റെ അന്നാണെന്ന് തോന്നുന്നു, അവിടെ പത്തനംതിട്ട ജില്ലയിലോ മറ്റോ ഒരു MLA സബ് ഇൻസ്പെക്ടറോട് തട്ടിക്കയറുന്ന സമയത്ത് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ഞാൻ അങ്ങനെ പേടിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല, നിന്നെ എന്തോ കാണിച്ചു തരാന്നൊക്കെ പറയുന്ന സമയത്ത് MLA ആണ് പേടിപ്പിക്കുന്നത്. അപ്പോൾ MLA എന്തോ DGPയുടെ റാങ്കിന് മുകളിലാണ് എൻ്റെ റാങ്ക് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അയാൾ തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ പോലീസുകാരെ കാണും, പക്ഷെ ഇങ്ങനെയുള്ള IPSകാരെ കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഈ IPSകാർക്ക് കുറേ കൂടി പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർക്ക് എന്ത് പേടിക്കണം? അവർക്ക് ഇവിടെ ഇല്ലെങ്കിൽ സെൻട്രലിൽ പോയിട്ട് ജോലി ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ദേ ഷുഡ് ബി മോർ ഹാവിങ് എ ബെറ്റർ ബാക്ക് ബോൺ. അവരെല്ലാം ഒന്നും കൂടി റെസിസ്റ്റൻസ്. ആക്ച്വലി IPSൻ്റെയൊക്കെ ഒരു ആൾ ഇന്ത്യ സർവീസിൻ്റെയൊക്കെ ഒരു വൺ ഓഫ് ദ മാർക്ക് ഫോർ അവരുടെ പെർഫോമൻസിൽ ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിലെ ഒരു ഭാഗമാണ് ഹൗ ദേ റെസിസ്റ്റ് പ്രഷർ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള റെസിസ്റ്റൻസ് അവരിടേണ്ടതാണ്. ആ റെസിസ്റ്റൻസ് അവരിടുന്നില്ല എന്നുള്ളതൊരു ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾക്ക് എന്താണ് പറയുന്നത്, ഈ പിന്നീട് വരുന്നത് അത് ഈ 10 കൊല്ലം തുടർച്ചയായിട്ടൊരു ഗവൺമെൻറ് ഇരുന്നുകൊണ്ട് കൂടിയാണ് അങ്ങനെ വന്നത് കൂടുതലായിട്ട്. ഇപ്പം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരുടെ തലമുഴ അടിച്ചു പൊളിച്ച പോലീസുകാർ DFIക്കാരെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസും, അതുപോലെ വെറുതെ ഇരുന്ന് കരിങ്കുടി കാണിച്ച ആൾക്കാരെ അടിച്ച് തല പൊട്ടിച്ച പോലീസുകാർ, ഗവൺമെൻറ്മാർ അവരുടെ ഡ്യൂട്ടിയേ അല്ലാതെ അത് പോയി ആലപ്പുഴയിലൊക്കെ ചെയ്ത് അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാകുന്ന DGPമാരും അതുപോലുള്ള സീനിയർ ഓഫീസേഴ്സുമാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പോലീസിൽ നമ്മളിപ്പോൾ ഒരു 10-20 വർഷം ഒരേ പാർട്ടി ഇതുപോലെ വരുന്ന സമയത്ത് ആ പാർട്ടിയുടെ ഒരു ഘടകമായിട്ട് പോലീസ് അങ്ങ് മാറുകയാണ്. ഒരു യൂണിഫോംഡ് ഗുണ്ട ടീം ആയിട്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാനും നിയമം ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്തിട്ട്
ഇപ്പോൾ പിണറായിയെ പറ്റി ചെറിയ എന്തെങ്കിലും ആക്ഷേപം പറഞ്ഞാൽ എന്തെങ്കിലും വിധത്തിലൊരു കേസ് എടുക്കുക, കുറേ ദിവസം അയാളെ റിമാൻഡ് ചെയ്യുക. ഇപ്പം തന്നെ വീണ ജോർജ് എന്ന് പറഞ്ഞ മന്ത്രിയെ കരിങ്കുടി വേണിച്ചതിന് 2 ആഴ്ച പാവങ്ങൾ പോയി ജയിലിൽ കിടന്നില്ലേ? ഇപ്പൊ മന്ത്രി പ്രായമുള്ള യുവാക്കളായിരുന്നു. അല്ല, അപ്പൊ എന്തുണ്ടായിട്ടാണ്? നമുക്കെല്ലാം അറിയാം അവർ കരിങ്കുടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവർ പറയുന്നത് കംപ്ലീറ്റ് തെറ്റാണെന്ന്. അപ്പം വളരെ തെറ്റായിട്ടൊരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതുപോലെ അതിന് പോലീസ് ചെയ്തത് മുഴുവൻ തെറ്റായിരുന്നു. പോലീസിന് വന്ന് കാണാമല്ലോ അത് കരിങ്കുടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മന്ത്രിയുടെ കഴുത്ത് ഉളുക്കിയിട്ടില്ല, ഒന്നുമില്ല, അഭിനയിക്കുകയാണെന്നുള്ള കാര്യം പോലീസിന് കൃത്യമായിട്ട് കാണാമായിരുന്നു. ഇപ്പോൾ അത് കൃത്യമായിട്ട് മന്ത്രി തന്നെ പോയി പറഞ്ഞല്ലോ, എന്നെ ആരും ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ല, മൊഴി കൊടുത്തിട്ടുണ്ട്. കാരണം അത് കോടതി വരുമ്പോൾ ക്രോസ് ചെയ്യും, ഇനിയും ക്രോസിന് നിൽക്കേണ്ട വരും മന്ത്രി കേസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് 4-ാം തീയതിക്ക് മുന്നേ കേസ് റൈറ്റ് ഓഫ് ചെയ്ത് പോകേണ്ടതാണെന്ന് മന്ത്രിയുടെ എന്താണ് അഭിമാനത്തിന് ക്ഷതമേൽക്കാതിരിക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ ക്രോസ് ചെയ്ത് വക്കീലന്മാർ ശരിയാക്കി വിടും. അത്ര നോണ പറഞ്ഞ കേസുകളാണ്. അപ്പോൾ ഈ പോലീസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്താ പോലീസ് ചെയ്യേണ്ടത്? പോലീസ് ചെയ്യേണ്ടത് അത് സത്യസന്ധമായിട്ട് ആ കേസ് എടുക്കണം. മന്ത്രി ആയാലും ആരായാലും ഇതാണ് നടന്നിരിക്കുന്നത്, വീഡിയോ ഇതാണ്, ഈ വീഡിയോ വാസ്തവം ഇതാണ് വീഡിയോ. എനിക്കൊന്നും ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിപ്പോവേണ്ട ഒരു കേസായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കേസ് എടുക്കാൻ പറ്റാത്തൊരു കേസാണത്. എന്താണ് ഒരു മുദ്രാവാക്യം വിളിച്ചതിനുള്ള കേസ് ഏതാണെന്ന് വെച്ചാൽ ഒരു നോൺ കോഗ്നിസബിൾ ഒഫൻസാണ്. അത് വെച്ചൊരു കേസ് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറയുന്നതനുസരിച്ച് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഇവരുടെ പാർട്ടി സെക്രട്ടറിമാർ പറയുന്നതനുസരിച്ച് ആണ് ഭരണം. ഇതുപോലെയാണ് ബംഗാളിൽ ഭരണം നടത്തിയിരുന്നത്. എൻ്റെ ബാച്ച്മേറ്റ്സൊക്കെ അവിടെ നിന്ന് പറയുമായിരുന്നു പലപ്പോഴും, അവിടെ ഭരണം നടത്തുന്നത് പലപ്പോഴും ഇതുപോലെയാണ്, അവരാണ് നടത്തിയത്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ബംഗാളിൽ എന്തായി? മാർക്സിസ്റ്റുകാർക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റില്ല. വഴിയിൽ മാർക്സിസ്റ്റുകാരെന്നും പറഞ്ഞ് ഇറങ്ങി നടന്നാൽ അപ്പാടി കിട്ടും. അവരെല്ലാം ഓടിക്കയറുന്നത് മിക്കവാറും BJP ഓഫീസിലേക്കാണ്. ആ സ്ഥിതിയിലേക്ക് അവിടെ മാറിപ്പോയി 33 കൊല്ലം ഭരണം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതേപോലെ ഒരു സംവിധാനത്തിലേക്ക് കേരളം ഈ 10 വർഷം കൊണ്ട് മാറി അങ്ങ് വരികയായിരുന്നു. അതായത് അതിൻ്റെ കൂടെ ഒരു പൊളിറ്റിക്കൽ മറ്റെങ്ങും ഇല്ലാത്ത പോലെ പോലീസ് അസോസിയേഷനിലുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതുകൂടി വന്നപ്പോൾ എന്ത് പറ്റി? പോലീസിൽ ഒരു ഭയങ്കര പൊളിറ്റിസൈസേഷൻ നടന്നു. അപ്പോൾ അതിനെ കൂടി റെസിസ്റ്റ് ചെയ്യാനായിട്ട് പല IPS SP-മാരും അല്ലെങ്കിൽ DIG-മാരും ഇവരെ പേടിച്ച് ആണ് നടക്കുന്നത്. പോലീസ് അസോസിയേഷൻ്റെയും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും നേതാക്കന്മാരാണ് എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളിലും ഇടപെടുന്നത് എന്ന് പോലും ഉള്ളൊരു നില വന്നു. അപ്പോൾ അതെല്ലാം ആണ് പോലീസിനെ ഈ വിധത്തിലാക്കി കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് വരികയാണെങ്കിലും ഒരു 2-3 വർഷം എടുക്കും മിനിമം ഇത് മാറ്റി ബാക്ക് ടു ട്രാക്കിലേക്ക് വരാനായിട്ട്.